നമസ്കാരം. സംവിധായകൻ ഭരതനുമായിട്ടുള്ള ഓർമ്മകൾ വളരെ വളരെ രസകരമാണ്. അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനുകൾ ഏതാണ്ട് 5-6 സിനിമകൾക്ക് പോകാൻ അവസരമുണ്ടായി. ഒരു പ്രത്യേക സ്വഭാവവും ഒരു പ്രത്യേക അപ്രോച്ചും ഒക്കെയാണ്, നമ്മളോടുള്ളൊരു സ്നേഹവും. യേശു വന്നു അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭാഷണ ശൈലിയും നമ്മളത് കേട്ടിട്ടില്ലാത്ത, അപ്പോൾ നമുക്ക് തന്നെ വലിയൊരു ബഹുമാനവും ഒക്കെ തോന്നുന്നൊരു രൂപവും, അദ്ദേഹത്തിൻ്റെ ഒരു മുടിയും നീളൻ ജൂബയും ഒരു പ്രത്യേക അയഞ്ഞ പാൻസും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ കൈ തെറുത്ത് വെച്ചിട്ടൊക്കെയുള്ള സംഭാഷണവും, പിന്നെ സംവിധാനം ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യാമറയിലൂടെ ഇങ്ങനെ നോക്കുന്ന ഇങ്ങനെ ഒരു രീതി, ഇതൊക്കെ ഇങ്ങനെ ഇദ്ദേഹത്തെ മാറി നിന്ന് ഇദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ നിരീക്ഷിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇദ്ദേഹത്തിൻ്റെ ഈ വെങ്കലം എന്ന് പറഞ്ഞ സിനിമ. അത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ അതിൻ്റെ കഥ എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങൾക്ക് ഒരു ഭാര്യ എന്നുള്ള അങ്ങനത്തെ ഒരു സാമൂഹിക അവസ്ഥ നിലനിന്നിരുന്നു കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലൊക്കെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവിടെ. അപ്പം 2 ഭർത്താക്കന്മാർ ഉള്ള, അപ്പോൾ അങ്ങനത്തെ ഒരു കഥാതന്തുവിൽ നിന്നാണ് ആ വെങ്കലത്തിൻ്റെ സിനിമ വികസിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഷൊർണൂർ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം താമസിക്കുന്നു, നമ്മളും അവിടെ താമസിക്കുക. അപ്പോൾ ഭരതേട്ടൻ വിളിച്ചിട്ട് ചില പെയിൻറ്റിങ്ങുകൾ കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്കിങ്ങനെ സിനിമയുടെ അങ്ങനത്തെ കുറിച്ച് വലിയ അറിവോ പാണ്ഡിത്യമോ ഒന്നുമില്ല. അപ്പോൾ ഇത് കാണുകയും അതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളായിരുന്നു അത്. അപ്പം ഭരതേട്ടൻ ഈ പെയിൻറ്റിങ്ങുകൾ ഒരു ഇറ്റാലിയൻ പെയിൻറ്ററുടെ പെയിൻറ്റിങ്ങുകളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതാണ് നാളെ ചിത്രീകരിക്കാൻ പോകുന്നത്. അപ്പോൾ അതങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ രൂപമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെങ്കലത്തിലെ ഉർവശിയും മുരളിയുമായിട്ടുള്ള രംഗങ്ങൾ, പാട്ട് രംഗങ്ങളാണ്. 10 വെളുപ്പിനെന്നുള്ളതാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ പാട്ട് രംഗം എടുക്കുന്ന ആ പാട്ടിന് മുന്നോടിയായിട്ടുള്ള പുള്ളി സജ്ജമാവുകയാണ്. അപ്പോൾ പുള്ളി അതിന് ഈ പെയിൻറ്റിങ്ങുകൾ ഇറ്റാലിയൻ പെയിൻറ്ററുടെ പെയിൻറ്റിങ്ങുകൾ ആണ് ആ മോഡലിലുള്ള. അപ്പം ഈ നായികയെ ഒരു ശില്പമായിട്ട് ഇങ്ങനെ ഒരു ശില്പിയെ രൂപപ്പെടുത്തിയെടുക്കുന്ന പോലെ ഈ കളിമൺ പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്ന അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇതിലെ കഥാപാത്രങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ തൻ്റെ ആ പാട്ട് രംഗത്ത് ഇവരെ ഇങ്ങനെ ആ ചെളിയിൽ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. അങ്ങനത്തെ ഒരു വിഷ്വലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അപ്പോൾ അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് നമ്മൾ ചെന്നപ്പോൾ ഒരു അടച്ചിട്ട മുറിയിലായിരുന്നു. അത് പ്രത്യേകിച്ച് എല്ലാവർക്കും പ്രവേശനമില്ല. അപ്പം നമ്മളൊക്കെ അകത്ത് കയറി, സംവിധായകൻ ഭരതൻ, ക്യാമറാമാൻ രാമചന്ദ്ര ബാബുവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉർവശിയും വലിയ നിലനിലയായിട്ടുള്ള വിളക്കുകളുടെ മുമ്പിലിങ്ങനെ ഉർവശിയും മുരളിയും അതിങ്ങനെ ഒരു ശില്പത്തെ മെനഞ്ഞെടുക്കുന്ന പോലെയുള്ള ചില ഷോട്ടുകളായിരുന്നു. നമ്മൾ പിന്നീട് അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് സിനിമയിൽ വന്ന് അത് കണ്ടപ്പോഴാണ് ഈ സംവിധായകൻ്റെ ഒരു ഭാവനയുടെ തീഷ്ണത. അപ്പോൾ അങ്ങനെ ഭരതേട്ടൻ്റെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ വളരെ രസകരവും നമ്മളെ ഓർമ്മിക്കുമ്പോൾ ഇങ്ങനെ അത് പിന്നീട് സിനിമയിൽ വന്ന് കാണുമ്പോഴാണ് ഈ സംവിധായകൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പിടികിട്ടുന്നത്. ചുരം എന്ന് പറഞ്ഞൊരു സിനിമ, അതെനിക്ക് തോന്നുന്നു പുള്ളിയുടെ അവസാനത്തെ സിനിമകളിലൊന്നായിരുന്നു അത്. അപ്പോൾ അതിൽ മനോജ് കെ ജയനും പിന്നെ ദിവ്യ ഉണ്ണിയുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളെ അദ്ദേഹം മെനഞ്ഞെടുക്കുന്നത് പോലെയാണ് ഈ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ കുളത്തൂപ്പുഴ ആ ഭാഗത്തായിരുന്നു അതിൻ്റെ ചിത്രീകരണം. അപ്പോൾ ഒരു മലമ്പ്രദേശം പോലെ തോന്നിക്കുന്നത്. അപ്പം ഒരു വൃശ്ചികത്തിലെ ഒരു പുലർകാലമാണ്. അപ്പോൾ അതിൽ ഒരു മറപ്പുരയിൽ നിന്നിങ്ങനെ അതിനടുത്തുനിന്ന് ഈ പുക ഉയരുന്നു. അപ്പോൾ ഭരതേട്ടൻ അതിൻ്റെ ചിത്രീകരണത്തിൽ ഇപ്പോൾ ക്രെയിനും എല്ലാം ഉണ്ട്, ആളുകളൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഭരതേട്ടൻ അതിനെക്കുറിച്ച് സംസാരിച്ചു. പറഞ്ഞു, ഈ സിനിമയിലെ വേദുകുളി എന്ന് പറയുന്നത് ഒരു വലിയൊരു തീമാണ്. അതായത് പ്രസവത്തിന് ശേഷം ശരീരരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീകൾ മരുന്ന് വെള്ളത്തിൽ കുളിക്കുന്നതാണ്. അപ്പം നമ്മൾ പല സീനുകളും മലയാള സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഭരതേട്ടൻ അത് ട്രീറ്റ് ചെയ്യുന്നത്, ഇത് വേദകുളി ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതൊരു മറപ്പുരയിലെ ആ കുളി അത് ചിത്രീകരിക്കുകയാണ്. ആ മരുന്നും അതിൻ്റെ ആ അന്തരീക്ഷവും ആ പുകപടലങ്ങളും ആ മഞ്ഞും എല്ലാം കൂടെ ചേർന്നപ്പോൾ നമുക്ക് ഒരു അന്തരീക്ഷം അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ
പുള്ളി പറഞ്ഞ അപ്പം അന്ന് പിന്നെ ഇതുപോലെ അദ്ദേഹം സംസാരിച്ചപ്പോൾ എൻ്റെ സിനിമകളിലെല്ലാം ഒരു പ്രധാനമായ ഒരു മാസ്റ്റർ പീസ്, ഒരു തീമുണ്ടാവും, അതിനകത്ത് ഒരു മാസ്റ്റർ പീസ് സംഭവം ഉണ്ടാവും. അപ്പോൾ അതാണ് ചമയത്തിലെ ആ കള്ള് ഷാപ്പിലെ പാട്ട്. അപ്പോൾ അത് കോട്ടയത്ത് എവിടെയുള്ള വലിയൊരു ഷാപ്പാണ്, കള്ള് ഷാപ്പാണ്. കൊച്ചിയിലെ, ആലപ്പുഴയിലോ കൊച്ചിയിലോ ഉള്ള കടപ്പുറത്ത് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഭരതൻ്റെ ഒരു ആർട്ട് ഇതിൽ കലാപരമായ രീതിയിൽ ആ കള്ള് ഷാപ്പിൻ്റെ സംഗതി അവിടെ കടൽ തീരത്ത് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവിടെയാണ് അന്തിക്കടപ്പുറത്തുനിന്നുള്ള പാട്ട്. അപ്പോൾ അത് ഈ പടത്തിലെ ഇതിൻ്റെ തീമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ മണ്ണിൽ നിന്ന് ഒരു കലാകാരനെ സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഒരു സംഗതിയാണ് ആ പാട്ടിലൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ട് കാര്യമാണ്. ഒന്ന്, കോട്ടയത്തെ ഒരു കള്ള് ഷാപ്പിലിരുന്നുകൊണ്ട് പാടുന്ന പാട്ടിൻ്റെ താളം, ആ താളം ഭയങ്കര സംഗീത ബോധമുള്ള സംവിധാനമാണ്. അപ്പോൾ അദ്ദേഹം ആ പാട്ടെന്ന് പറഞ്ഞാൽ അതിപ്പോഴും അത് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായിട്ടുള്ള ഒരു തീം, ഒരു സിനിമയിലുള്ള ആ ഭാഗം എപ്പോഴും ആ സിനിമയേക്കാൾ മികച്ചു നിൽക്കുകയാണ്. അത് ആളുകൾ മറക്കുന്നില്ല. അപ്പോൾ ആ പാട്ടിങ്ങനെ പാടി അവസാനം മണ്ണിൽ ആ കാലും ചവിട്ടടിയും മാത്രം ഒരു കലാകാരനെ രൂപപ്പെടുത്തുന്നതാണത്. അത് ജോൺ പോളിൻ്റെ രചനയിൽ പിന്നെ കുയിലൻ എന്ന് പറയുന്ന നടൻ്റെ ജീവിതമാണ് ചമയത്തിലൂടെ അനാവൃതമാകുന്നത്. ജോൺ പോൾ അതാണ് രചിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുയിലൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നിലയിൽ നിന്ന് ഒരു തീരദേശത്ത് നിന്നൊരു തൊഴിലാളി വ്യാപാരിയായിട്ടുള്ള ഒരു തരകനായിട്ടുള്ള ഒരാൾ പ്രൊഫഷണൽ ബൈബിൾ നാടകങ്ങളിലൂടെ വന്ന ഒരു ആശാനെ പോലെ വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോളാണ് മുരളി അതിനകത്ത് ചെയ്യുന്നത്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന നടനായിട്ടുള്ള ആളായിട്ടാണ് മനോജ് കെ ജയൻ. അപ്പോൾ ആ പരുവപ്പെടലാണ് ആ പാട്ടിലൂടെ പിന്നെ ഭരതേട്ടൻ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചമയത്തിൽ അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ട്, സിത്താരെ വരുന്ന. അപ്പോൾ ആ പാട്ട് രംഗമെന്ന് പറയുമ്പോൾ അദ്ദേഹം അത് ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ അത് തിയേറ്ററിൽ വന്നപ്പോഴാണ് നമ്മൾ ആ ഒരു ഇരുട്ടിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ആ സിത്താരയുടെ രൂപം, അത്ര മനോഹരമായ വിഷ്വലാണ് അദ്ദേഹം അതിനകത്ത് ആ പാട്ടിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സംഗീതവും അതുപോലെ തന്നെ അതിൽ ജോൺസൺ മാസ്റ്ററായിരുന്നു സംഗീതം. അപ്പോൾ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര വേറെ രണ്ട് ജീനിയസുകളാണല്ലോ രണ്ടുപേരും. അങ്ങനത്തെ തരത്തിലുള്ള പാട്ടുകളുമായിരുന്നു അതിനകത്ത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ആദ്യം അമരമായിരുന്നു അദ്ദേഹത്തിൻ്റെ, ഞാനാദ്യം പരിചയപ്പെടുകയും കാണുകയും ചെയ്യുന്ന അമരമായിരുന്നു. അമരം ആലപ്പുഴയിൽ ചിത്രീകരിക്കുന്ന സമയത്ത് ചെത്തി കടപ്പുറമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കടപ്പുറത്ത് ഒരു ചെറിയ കടലിലേക്ക് വന്ന് ചേരുന്നൊരു കൈത്തോട് പോലെ വന്നൊരു അതിന് ഇരുപുറമായിട്ട് രണ്ട് വീടുകളൊക്കെ ഇട്ട് ഒരു സെറ്റുണ്ടാക്കി അവിടെയാണ് മുരളിയുടെയും മമ്മൂട്ടിയുടെയും ഒക്കെ വീടും. അങ്ങനത്തെ അതൊരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചിട്ടാണ് അമരം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മമ്മൂട്ടി യഥാർത്ഥത്തിൽ ഈ വെയിലത്ത് നിൽക്കുമ്പോഴും ഈ വിഗ്ഗൊക്കെ വെക്കുമ്പോഴൊക്കെ മമ്മൂട്ടി പലപ്പോഴും ദേഷ്യപ്പെടുകയും ഭയങ്കര കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രത്യേകതരം ഗ്ലാസ്സുകളൊക്കെ ഉപയോഗിക്കുമല്ലോ മമ്മൂട്ടി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ മമ്മൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ പുള്ളിയുടെ ഉള്ളിൽ ഉള്ളതാണോ എന്താണെന്നറിയില്ല, പുള്ളി ഒരു ദേഷ്യം കാണിക്കുന്നെങ്കിലും ഈ കഥാപാത്രവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള ഒരു ശ്രമമാണ് മമ്മൂട്ടിക്ക്. ചില ഈടുറ്റ കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അത് ഏറ്റെടുക്കും. അത് മാൻലിനെസ് ഉള്ള കഥാപാത്രങ്ങൾ, അതിനപ്പുറം അദ്ദേഹം അത് ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുകയും അത് ഭയങ്കരമായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള ഈ ഒരു നടൻ്റെ ഒരു രൂപപ്പെടലിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ദേഷ്യം, കണ്ണാടി വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. അപ്പം സത്യൻ്റെ വിഗ്ഗാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് മമ്മൂട്ടിയുടെ വിഗ് വെച്ചിരുന്നത്. അപ്പോൾ എന്നിട്ട് മമ്മൂട്ടി പൂഴി മണ്ണിലൂടെ ഈ മത്സ്യത്തൊഴിലാളികൾ നടക്കുന്നത് അത് ചെമ്മീനിൽ സത്യനും അങ്ങനെ നടക്കുമായിരുന്നു അത്രേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് ആ കൊണ്ട് കാലിൻ്റെ മുൻഭാഗം കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് നടക്കുന്നതൊക്കെ മമ്മൂട്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്, ഈ സിനിമയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ശേഷം, ഞങ്ങളുള്ള ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു സീൻ എടുത്തു. അപ്പം അത് ഈ വള്ളത്തിൻ്റെ അടുത്ത് ഒരു പണിക്കാർ, കുതിരോട്ടം പപ്പു, പിന്നെ മുരളി, എല്ലാ ആർട്ടിസ്റ്റുകളും നിൽക്കുകയാണ്. അപ്പോൾ അവർ വലയുടെ പണികളൊക്കെ ചെയ്തിട്ട് കടലിൽ പോകാൻ വേണ്ടിയുള്ള, അപ്പോഴാണ് അച്ചൂട്ടി ഇങ്ങനെ വടക്കുന്ന് ഇങ്ങനെ ഓടി വരികയാണ്. പങ്കായം കയ്യിലുണ്ടോയെന്ന് അറിയത്തില്ല. അദ്ദേഹം ഓടി വന്നിട്ട് എൻ്റെ മോള് SLC ജയിച്ചു, അവളെ ഞാൻ ഡോക്ടറാക്കും, കളക്ടറാക്കും, ആരാളാ ചോദിക്കാമെന്ന് ചോദിച്ചിട്ട് ഒരു പെർഫോമൻസ്. അപ്പോൾ ഒറ്റ ടേക്കിൽ മമ്മൂട്ടി ഗംഭീരമായിട്ട്, എനിക്ക് തോന്നുന്നു ആ പടത്തിലെ ഒരു ഹൈലൈറ്റ് സാധനമാണത്. അപ്പോൾ അത് മമ്മൂട്ടി നല്ല പൂന്ത് വിളയാടി എന്ന് തന്നെ പറയാം. അപ്പോൾ
പെർഫോം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കണ്ടു നിന്നവർ അന്ന് കൈയടിച്ചു. ഈ വളരെ അപൂർവമാണ് സിനിമയിലെ ഷൂട്ടിങ് കണ്ടിട്ട് ആളുകൾ കൈയടിക്കുന്നു. അപ്പോൾ അത് അത്രയ്ക്കങ്ങ് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഒരു ടേക്ക് എടുത്ത് വീണ്ടും അത് ഒന്നുകൂടെ എടുത്തെന്ന് തോന്നുന്നു. അങ്ങനെ അത് ആ രംഗം പൂർത്തിയാക്കി. അപ്പോൾ മമ്മൂട്ടി അന്ന് വളരെ സന്തോഷവാനായിരുന്നു. അപ്പോൾ അദ്ദേഹം ചവിട്ടുനാടകങ്ങളെക്കുറിച്ചും ഈ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ കലാപ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ മമ്മൂട്ടി അന്ന് ഒരു ഇൻ്റർവ്യൂവിൽ കാറൽമാൻ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ അന്നൊരു ഇൻ്റർവ്യൂവിൽ നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി പുള്ളി ഈ പങ്കായൊക്കെ പിടിച്ചിട്ട് ബാക്ക് ലൈറ്റിൽ അന്നത്തെ സൂര്യൻ്റെ പശ്ചാത്തലത്തിൽ കുറേ ചിത്രങ്ങളൊക്കെ എടുത്ത് ഇപ്പോഴും നമ്മൾ വെള്ളി നക്ഷത്രത്തിൽ അത് അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഓടൊപ്പം അന്ന് ആ സിനിമയിൽ രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതം, അതിലെ പാട്ടുകൾ, ആ പാട്ടുകളെന്ന് പറഞ്ഞാൽ എപ്പോൾ കേട്ടാലും ആളുകൾ അങ്ങനെ തരിച്ചിരുന്നു പോകുന്ന പാട്ടുകളായിരുന്നു അത്. കാരണം അന്ന് ആ സിനിമ വരുന്ന സമയത്ത് ചെമ്മീൻ, കടലിൻ്റെ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ചെമ്മീൻ്റെ മുകളിലൊരു സിനിമയില്ല, അന്നുമില്ല ഇന്നുമില്ല. പക്ഷേ അമരം വരുമ്പോൾ അമരം ആ ചെമ്മീനോട് കിടപിടിക്കുക, അല്ലെങ്കിൽ അതിനെ മികച്ചു നിൽക്കുക, ഒരു വിജയമാകണം. കടലിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ വിജയമാകാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്ന കാലത്താണ് അപ്പോൾ ഈ അമരം വരുന്നത്. അപ്പോൾ ആദ്യം അതിന് വേറെ പേരുകളായിരുന്നു, പൊന്നരയൻ, അങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ടായിരുന്നു. അങ്ങനെ 1-2 പേരുകളിട്ട് അപ്പോൾ അതിന് ശേഷമാണ് അമരം എന്നുള്ള പേര് വന്നത്. അപ്പോൾ ആ സിനിമ വിജയിക്കാൻ പല പല കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. ലോഹിതദാസിൻ്റെ രചനയും അതുപോലെ പിന്നെ പശ്ചാത്തല സംഗീതം ജോൺസൺ മാസ്റ്ററാണ്. പിന്നീട് അതിലെ പാട്ടുകൾ, എല്ലാ പാട്ടുകളും എണ്ണം പറഞ്ഞ പാട്ടുകളായിരുന്നു. അപ്പോൾ അന്ന് ഭരതൻ വളരെ വൈശാലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വിജയത്തിൻ്റെ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ അമരം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ KPSC ലളിതയും മക്കളായ സിദ്ധാർത്ഥും ശ്രീകുട്ടിയും അന്ന് ലൊക്കേഷനിൽ വന്ന് ഞങ്ങളുള്ള ദിവസം വന്ന് അവർ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർ വന്ന് ആ ലൊക്കേഷനിലിരിക്കുകയും ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇപ്പോഴും ഇന്നലത്തെ പോലെ നമ്മൾ ഓർക്കുകയാണ്. അപ്പം അന്ന് ഭരതൻ പറഞ്ഞു, അപ്പം ഇടയ്ക്ക് ഭരതൻ ഇത് കഴിഞ്ഞ് എല്ലാം നമ്മളെ പരിചയപ്പെടുകയും സംസാരിച്ച് കഴിഞ്ഞിട്ട് ഭരതൻ പറഞ്ഞു, ആ യേശു എഴുതുമ്പോൾ ആ ഭരതൻ ടച്ചില്ലേ അതൊന്ന് കാച്ചിക്കും. അപ്പോൾ അതാണ് ഭരതൻ.